ശബരിമലയിൽ മകരവിളക്ക് മണ്ഡലകാലം നന്നായി പോകുന്നു. എല്ലാ ക്രമീകരണങ്ങളും നന്നായി വർക്ക് ചെയ്യുന്നു. എന്തായാലും കെ ജയകുമാർ IAS നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അഭിമാനിക്കാം. ഭക്തജന തിരക്കും വളരെ കൂടുന്നു. ഇന്നലെ 91,333 പേർ മല ചവിട്ടി. നിലയ്ക്കലിലും പമ്പയിൽ നിന്നും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ ഇപ്പോൾ മല ചവിട്ടാൻ അനുവദിക്കുന്നത്. ഈ മാസം 14-നാണ് ശബരിമല മകരവിളക്ക്. ശ്രീജിത്ത് ശ്രീകുമാരൻ ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മകരവിളക്ക് ദിനങ്ങളിൽ തീർച്ചയായിട്ടും ഒരുപാട് ഭക്തരെ അവിടെ പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. മുന്നൊരുക്കങ്ങളൊക്കെ ദേവസ്വം ബോർഡ് നടത്തുന്നില്ലേ? തീർച്ചയായും SKN വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പുലരിയിലും ശബരിമല സന്നിധാനത്ത് തന്നെയാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നടപ്പന്തൽ കടന്ന് ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിച്ച ഭക്തരാണ് ഇവർ. ഇന്നലെ മുതൽ നിലയ്ക്കലിലും മറ്റും കാത്തു നിൽക്കുന്ന ആളുകളാണ്. പമ്പയിലും നിലയ്ക്കലിലും വളരെയധികം നിയന്ത്രണങ്ങളോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നത്, അയ്യപ്പ ഭക്തരെ കയറ്റിവിടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 ലക്ഷത്തിൽ താഴെ തീർത്ഥാടകരെ മാത്രമേ അനുവദിക്കാൻ പാടുകയുള്ളൂ എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ട്. അതിന്റെ ഭാഗമായി ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമാണ് അത് 1 ലക്ഷത്തിൽ താഴെ തീർത്ഥാടകരെ മാത്രം ഇവിടേക്ക് പ്രവേശിപ്പിക്കുക എന്നത്. ഇന്നലെ അത് 91,000 എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് അത് 1,13,000-ലേക്ക് എത്തി. അതിന് തൊട്ട് മുൻപുള്ള ദിവസം 1,02,000 എന്നായിരുന്നു കണക്ക്. സ്വാഭാവികമായി അങ്ങനെ 1 ലക്ഷത്തിലധികം ആളുകൾ ഇവിടേക്ക് വന്നാൽ ക്ഷമിക്കണം, അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ സേവനമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ നടക്കുന്നത്. സകല മേഖലയിൽ പോലീസിന്റെ ബാരിക്കേഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് അയ്യപ്പന്മാർ പലപ്പോഴും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവരോട് സംസാരിച്ചും അവരെ തടഞ്ഞും പോലീസ് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയോടെ അല്ലെങ്കിൽ 3:30-4 മണിയോടുകൂടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. KC വേണുഗോപാൽ ശബരിമല ദർശനം നടത്താൻ എത്തിച്ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല തിരക്കാണ് ശബരിമലയിൽ. പക്ഷേ സുഗമമായ ദർശനത്തിലുള്ള സൗകര്യം ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയാം. SKN. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ശബരിമലയിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.